നമുക്ക് കണമ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ. ഉണ്ടോ നല്ല പഞ്ഞി പോലെ വെന്ത കണമ്പ്. അടിപൊളി. ചേട്ടൻ കഴിച്ചു പോ. ചേട്ടൻ കഴിച്ചു. അടിപൊളി. കൊഞ്ച് ഫ്രൈ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. കണമ്പ് വെച്ച് നമുക്കൊരു അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കാം. എന്നാൽ മീൻ കറിയാണോ എന്ന് വെച്ചാൽ മീൻ കറിയാണ്, എന്നാൽ അത് ഒഴിച്ച് കറിയാണോ എന്ന് വെച്ചാൽ അതുമാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യത്യസ്തമായ ഒരു കറിയാണ്, ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് കാണിച്ചു തരാൻ അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേ അവിടെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒന്ന് പോയി കാണാം. എൻ്റെ ലക്ഷ്മി എന്തേ, ലക്ഷ്മി കുട്ടിയും അപ്പുവൊക്കെ ഓടി വന്നിട്ടുണ്ട്. അപ്പു ഉണ്ട്. അപ്പു ലക്ഷ്മിക്കുട്ടി എന്തോ മണത്തോട്ടുണ്ട് കേട്ടോ കയ്യിൽ. നമ്മളെ ചീനിയില്ലേ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ചീനി മുറുക്ക്. ഓ എന്തൊരു ഇഷ്ടമാണെന്നറിയാം. അതെന്നല്ല എല്ലാം ഇഷ്ടമാണ്, നമ്മൾ കഴിക്കുന്ന എന്തും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിലെടുത്തോട്ട് പോവാം. കുറുക്കുറുക്കുറുക്കുറുക്കുറ് നല്ല ഒന്നാം തരം ഇതാണ്ട കണമ്പ് കണ്ട, അടിപൊളിയാണ്. 3 കണമ്പുണ്ട്. ഇത് വലിയ കണമ്പുണ്ട്, ഇതിനേക്കാളും വലുതുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ഇത്രയും സൈസുള്ളത് മേടിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരഞ്ഞിട്ടേ കേട്ടോ അതില്ലേ, ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് മാത്രം നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് കറി വെക്കാനല്ലേ? അതെ, പ്രത്യേക രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമ്മളെ ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കാവൂ ഇപ്പോഴും. നമുക്ക് കറി ചെയ്യാം. കറി ഉണ്ടാക്കാം. വറുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. സാധാരണ അങ്ങനെ വറുക്കാറില്ല, പക്ഷെ ഇന്ന് നമുക്ക് വറുത്തിട്ട് ഒരു കറി വെക്കാം. അപ്പം ഞാനൊരു ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട്. വറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് തന്നെയാണ് നമ്മളിനി മീൻ കറിയും വെക്കാൻ പോകുന്നത്. ഫ്രഷ് കറിവേപ്പിലയായിട്ട് ശ്രീഹരി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഈ കണമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്നുമില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു 10-15 മിനിറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിട്ട് കറി വെക്കാം. അപ്പോൾ കറി വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്, ചെറുതായിട്ടൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. ഒരു മീൻ 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. മീൻ ഉടഞ്ഞു പോകാതെ ഇതുപോലെ വറുത്തെടുക്കണം. കണ്ടോ, ഈ 2 മീനുകളുണ്ട്, ബാക്കി എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറുത്തെടുക്കുവാണെങ്കിൽ അധികം ചെറിയ കഷ്ണങ്ങളാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റാനാണ്, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾ മീൻ വറുക്കാനായിട്ട് പ്രത്യേകം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയിൽ അതും വറുത്തെടുത്തതിന് ശേഷം കറി വെച്ചാലും മതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ മസാലയുടെ ഒക്കെ എണ്ണയിൽ പിടിച്ചിട്ടേ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ, ചൂടായി കിടക്കുവാണ് എന്നാലും നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ചേർക്കാം. അതും പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 സവാള മീനനുസരിച്ചിട്ട് എടുക്കേ. തക്കാളി ഒരു ചെറിയ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. തക്കാളി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് തക്കാളി നമുക്ക് കൂടുതൽ എടുക്കാം. സാധാരണ നമ്മൾ മീൻ കറിയിൽ 1-2 ഒക്കെ അല്ലേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെടുക്കുന്ന മീൻ അനുസരിച്ചിട്ട് തക്കാളിയുടെ എണ്ണം കൂട്ടാം കേട്ടോ. സവാള നന്നായിട്ട് കൂട്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് ഈ ഒരു കളറായിട്ട് വരണം. ഒരുപാടൊക്കെ കരിഞ്ഞൊന്നും പോകണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളി ഇടാം കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് വഴണം. നന്നായിട്ട്
നമ്മൾ ഓൾറെഡി മീൻ ചേർത്തിട്ടുണ്ടല്ലോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കും. മുളക് പൊടി 3 ടീസ്പൂൺ. ഇത് മറ്റേ കാശ്മീരി കേട്ടോ, നമുക്ക് ധൈര്യമായിട്ട് 3 ടീസ്പൂൺ ചേർക്കാം. 3 ടീസ്പൂൺ 2 ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പൊടികളൊക്കെ വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഇന്നത്തെ കറികൾ വെക്കുന്നത്. കാരണം നല്ല എന്താ പറയുക, ഒരു ഒഴിച്ചുകറി പോലെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമൊന്നും ചേർക്കണ്ട, പുളിയാവും. കുടംപുളി വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളത്തിയിട്ട് കുതിർത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കും. 3 മീനല്ലേ, 3 മീനും സുഖമായിട്ട് കിടക്കട്ടെ. ഓരോ കുടംപുളി അവർക്ക് കൊടുത്ത് ഇനി ഒരല്പം കായപ്പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരു ലേശം കായപ്പൊടി, ഒരു മണത്തിന് വേണ്ടി. ഈ കായപ്പൊടി ചേർത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പക്ഷെ ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഒരല്പം മാത്രം, ഒരു ചെറിയൊരു മണത്തിനും ഒരു സ്വാദിനും വേണ്ടി മാത്രം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ വരട്ടെ. അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഈ കറിയിൽ നമ്മൾ എന്താ നെയ്മീനോ, നെയ്മീൻ അല്ലെങ്കിൽ പറയുന്നത് ഹൈക്കൂറ, ചിലർ ഹൈക്കൂറ എന്നല്ലേ പറയാം. അപ്പോൾ അത് അല്ലെങ്കിൽ മോത, ഏത് മീൻ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള മീൻ ചെയ്യുമ്പോൾ നല്ല ഭയങ്കര ടേസ്റ്റ് ആയി. കാരണം മുള്ളില്ല, അതിനകത്ത് മുള്ളൊന്നും ഇല്ലല്ലോ, നല്ല കട്ടിയുള്ള. അത് അടിപൊളിയായിരിക്കും. അന്ന് നേരത്തെ എന്താ നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്, ഞാൻ സ്ഥിരം ചെയ്യുന്നത്, അന്ന് ചെയ്തതൊക്കെ പരവയും ചൂരയും ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇതിന് ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റാണ്. നിങ്ങൾ പല സൈസ് വലിയ മീനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ വേണ്ടി വരും. ചില വെള്ളം കറി കൂടിയാണെങ്കിൽ കുറച്ചും കൂടെ വേണ്ടി, അപ്പോൾ അതനുസരിച്ച് ഇടുക. ഉപ്പ് അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ലക്ഷ്മിക്കുട്ടി, ഹായ് ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മി എന്റെ സാധനത്തിൽ തൊട്ട് പോരുത്. ഒരു കരിവേപ്പില എന്റെ മേളിലോട്ട് വെച്ച് കൊടുക്കേ. എന്റെ മേളിലോട്ട് ഒരു കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ബെഡ് ചെയ്ത് കറിവേപ്പിലയൊക്കെ മീൻകറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ കറിക്ക്. ഇപ്പം നമ്മൾ വറുത്തിട്ട് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ മീൻ പൊടിഞ്ഞു പോകത്തുമില്ല. നമുക്ക് നല്ല എന്താ പറയുക, കഷ്ണവും ചാറുമായിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഈ ഒരു ചാറ് മതി, കഷ്ണം വേണമെന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കോരി ഒഴിച്ച് കഴിക്കാൻ പറ്റും. ഇത്തിരി മീൻകറി വാങ്ങാം. മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്കിതേ ഊണ് കഴിക്കാം. നമ്മുടെ കണമ്പ് കറി, പിന്നെ ചക്കക്കുരു മുരിങ്ങക്ക, പിന്നെ നമ്മുടെ കൊഞ്ച് തീയൽ. നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടപ്പോൾ? ഇത്രേ ഉള്ളൂ. കൊള്ളാം.